അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, സമസ്ത പൊതുപരീക്ഷയിൽ 5-ാം തരത്തിലെ താരീഖിൽ നിന്നും അഖ്ലാഖിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീയാണ് പറയാൻ പോകുന്നത്. രണ്ട് വിഷയത്തിൻ്റെയും എക്സാം ഒറ്റ ഷീറ്റിലാണ് വന്നിട്ടുള്ളത്. വിദ്യാർത്ഥികൾ അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണമെന്ന് ഉണർത്തുകയാണ്. സെക്ഷൻ 1 ശരിക്ക് ശരി അടയാളപ്പെടുത്തുക. അതിൽ 6 ചോദ്യങ്ങളാണുള്ളത്. 1. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ താമസിച്ചിരുന്ന വീട് ആരുടെ വീട്ടിലായിരുന്നു? ആൻസർ ആയിഷ റളിയല്ലാഹു അൻഹ. 2. നമ്മുടെ മദ്ഹബിൻ്റെ പേര് ഷാഫിഈ. 3. ബദർ യുദ്ധം നടന്ന മാസം റമളാനിൽ. 4. വലിയ പാപങ്ങളിൽ പെട്ടതാണ് വ്യഭിചാരം. 5. സ്വൽസ്വഭാവത്തിൽപ്പെട്ടതാണ് സത്യസന്ധത. 6. അള്ളാഹു ഇതുകൊണ്ട് പരീക്ഷിക്കും, വിശപ്പ്. സെക്ഷൻ 2 ഉത്തരം എഴുതാം. 1. മുഅ്തത്ത് യുദ്ധത്തിൽ നോമ്പുകാരനായി ഷഹീദായ സഹാബി ജഅഫർ റളിയല്ലാഹു അൻഹു. 2. ഉഹദ് യുദ്ധം നടന്നത് ഏത് മാസത്തിൽ? ശവ്വാൽ മാസത്തിൽ. 3. വിപത്തുകൾ സംഭവിച്ചാൽ എന്താണ് ചൊല്ലേണ്ടത്? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 4. ശുക്ർ എന്നാൽ എന്ത്? ഗുണം ചെയ്തവന് നന്ദി പ്രകടിപ്പിക്കലാണ് ശുക്ർ. 5. ദേശസ്നേഹം ആരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്? സത്യവിശ്വാസിയുടെ. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുക്കാത്ത യുദ്ധങ്ങൾക്ക് പറയുന്ന പേര്? സരിയത്ത്. സെക്ഷൻ 3 പൂരിപ്പിക്കുക. ഇന്നല്ലാഹ യഖ്ബലു തൗബത്തൽ അബ്ദി മാ ലം യുഗർഗിർ. 2. അൻ തഅബ്ദുദ റബ്ബക കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. 3. ബദറിൽ സംബന്ധിച്ച സഹാബികൾ ആരും തന്നെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. 4. ഹുദൈബിയ കരാർ മൂലം മുസ്ലിങ്ങൾക്ക് നിരവധി നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സെക്ഷൻ 4 യോജിപ്പിക്കുക. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായതെടുത്ത് യോജിപ്പിക്കാനാണ് പറയുന്നത്. ബ്രാക്കറ്റിൽ ഇൽമു പഠിക്കുക, നാവ്, സിന, 70 പേർ യഹൂദികൾ. 1. മനുഷ്യരെ അധികവും നരകത്തിലെത്തിക്കുന്നത് നാവാകുന്നു. 2. കൽബിൻ്റെ രോഗങ്ങൾക്കുള്ള മരുന്ന് ഇൽമു പഠിക്കുക എന്നുള്ളതാണ്. 3. സത്യവിശ്വാസിയുടെ ഈമാനിന് കോട്ടം വരുത്തുന്ന കാര്യമാണ് സിന. 4. ഖൈബർ എന്ന പ്രദേശത്ത് താമസിച്ചിരുന്നവർ യഹൂദികളാണ്. 5. ബദർ യുദ്ധത്തിൽ ശത്രുപക്ഷത്ത് നിന്ന് കൊല്ലപ്പെട്ടവർ 70 പേരാകുന്നു. സെക്ഷൻ 5 ഹിജ്റ വർഷം എഴുതാം. ബദർ യുദ്ധം നടന്നത് ഹിജ്റ 2-ാം വർഷം. 2. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത് ഹിജ്റ 11-ാം വർഷം. 3. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്തായത് ഹിജ്റ 179-ൽ. 4. മക്ക വിജയം നടന്നത് ഹിജ്റ 8-ാം വർഷം. സെക്ഷൻ 6 സാരം എഴുതുക. ഖദ് അഫ്ലഹ മൻ സക്കാഹ. നിശ്ചയം കൽബിനെ ശുദ്ധിയാക്കിയവൻ വിജയിച്ചു. 2. അഫലാ അകൂന അബ്ദൻ ശക്കൂറ. ഞാനൊരു നന്ദിയുള്ള അടിമ ആവേണ്ടതില്ലയോ? 3. ഖാലിഖിന്നാസ ബി ഖുൽഖിൻ ഹസനിൻ. മനുഷ്യരോട് നീ സൽസ്വഭാവത്തിൽ പെരുമാറുക. സെക്ഷൻ 7 വ്യക്തമാക്കുക. 1. നബിതങ്ങളുമായി കരാറുണ്ടാക്കിയ മദീനയിലെ ജൂതഗോത്രങ്ങൾ. ആൻസർ ബനു ഖുറൈള, ബനു ഖൈനുഖാ, ബനു നളീർ. 2. മുഅ്തത്ത് യുദ്ധത്തിന് കാരണമെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എഴുത്തുമായി ചെന്ന ദൂതനെ റോമക്കാർ വധിച്ചതായിരുന്നു കാരണം. 2. മക്ക വിജയ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ അടുത്ത് വന്ന് പറഞ്ഞ കാര്യം? സത്യം വന്നു, അസത്യം നശിച്ചു. നിശ്ചയം അസത്യം നശിക്കുന്നതാണ്. ഇങ്ങനെയാണ് നബി തങ്ങൾ പറഞ്ഞത്. 4. തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ എന്ത്? ദുഷിച്ച വിശ്വാസം, വികാരം, വിചാരം എന്നിവയിൽ നിന്നും കൽബിനെ ശുദ്ധിയാക്കലാണ് തസ്കിയത്തുൽ ഖുലൂബ് എന്നാൽ. 5. ലജ്ജ എന്നാൽ എന്ത്? വെറുക്കപ്പെടുന്നത് ചെയ്യാതിരിക്കാനുള്ള ഉൾപ്രേരണയാണ് ലജ്ജ. ഇത്രയും കാര്യങ്ങളാണ് താരീഖിൽ നിന്നും അഖ്ലാഖിൽ നിന്നും ക്വസ്റ്റ്യനായി വന്നിട്ടുണ്ടായിരുന്നത്. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പാഠഭാഗങ്ങളും ക്വസ്റ്റ്യനൊക്കെ പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറാകണമെന്ന് ഉണർത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.